ഞാൻ ഒന്നുകൂടി വായിക്കാം. Suta Goswami said, having patiently heard her words, Lord Sri Krishna, who is always very affectionate to his devotees, could at once understand that Ashwatthama, the son of Dronacharya, had thrown the Brahmastra to finish the last life of Pandava family, last life in the Pandava family. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഗജേന്ദ്രൻ അങ്ങനെ രക്ഷിച്ചു. പിന്നെ ഭരത മഹാരാജാവിൻ്റെ പിന്നത്തെ ജന്മം മാനായിട്ട് ജനിക്കേണ്ടി വന്നു. പിന്നീട് ജഡഭരതനായിട്ട് വന്നു. പിന്നീട് അദ്ദേഹത്തിനെ ഭഗവാൻ സ്വധാമത്തിലേക്ക് കൊണ്ടുപോയി. ഭഗവാൻ ഭഗവത്ഗീതയിൽ അർജുനോട് പറയുന്നത് നേഹാഭിക്രമ നാശോസ്തി പ്രത്യവായോ ന വിദ്യതി സ്വല്പം അപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോഭയ. അല്ലേ? അപ്പോ ഭഗവാൻ തൻ്റെ ഭക്തന്മാരുടെ ഭക്തി ഒരിക്കലും നശിപ്പിക്കില്ല. ആ ഭക്തി എത്ര കുറച്ച് ചെയ്താലും ശരി, അതെപ്പോഴും എവിടെ നിർത്തി അവിടെ നിന്ന് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ 10% ഭക്തി ഈ ലൈഫിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അടുത്ത ലൈഫിൽ 11ാമത്തെ ശതമാനത്തിന് നമുക്ക് തുടങ്ങിയാൽ മതി. അപ്പോ തൻ്റെ ശരീരത്തിനെ രക്ഷിച്ചില്ല. ആവശ്യമുണ്ടെങ്കിൽ ശരീരത്തിനെ രക്ഷിക്കും. അതൊക്കെ ശരീരം ടെമ്പററിയാണ്. എല്ലാവർക്കും ഭഗവാന്റെ ഭക്തന്മാർക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിലാണ് ശരീരം. ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശരീരത്തിനെയും രക്ഷിക്കും. അല്ലെ? കാരണം വൈഷ്ണവന്മാര്, ഭഗവാന്റെ ഭക്തന്മാര് ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞാലും ഭഗവാനെ സേവിക്കുക, ഭഗവാന്റെ ഭക്തന്മാരെ സേവിക്കുക, അതാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ശരീരത്തിനെ രക്ഷിക്കും, അല്ലെങ്കിൽ ശരീരത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. കാരണം ശരീരം ടെമ്പററിയാണ്. ഈ ഭൗതിക ലോകത്തിൽ നമ്മളുടെ ശരീരമെല്ലാം ടെമ്പററിയാണ്, താൽക്കാലികമാണ്, നശിക്കുന്നതാണ്. പക്ഷെ ഭക്തിക്ക് യാതൊരു കോട്ടവും തെറ്റില്ല. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഗജേന്ദ്രൻ ഒരു നല്ലൊരു രാജാവായിരുന്നു. ഇന്ദ്രദ്യുമ്ന ആനയുടെ ശരീരത്തിൽ വന്നു. താഴ്ന്നുള്ള ശരീരത്തില, ലോവർ ലെവലിലെ ശരീരം കിട്ടിയത്. ധൃതാസുരൻ ചിത്രകേതു മഹാരാജാവായിരുന്നു. അദ്ദേഹത്തിന് അസുരന്റെ ഒരു ശരീരമാണ് കിട്ടിയത്. പക്ഷേ ഭക്തിക്ക് യാതൊരു കോട്ടവുമില്ല. ഭക്തി എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യും ഭഗവാൻ. ഭക്തിക്ക് ഒരു നാശവും ഉണ്ടാവില്ല. ഭരത മഹാരാജ് അതേപോലെ തന്നെ ഭരത മഹാരാജാവിൻ്റെ ആ ഒരു രാജാവായിരുന്നിരിക്കുന്ന ആ ശരീരത്തിൽ നിന്ന് ഒരു മാനിന്റെ ശരീരത്തിൽ, പിന്നെ ജഡഭരതനായിട്ട്. അപ്പോൾ ഇതാണ് ഭക്തവാത്സല്യം എന്ന് പറയുന്നത്. ഭഗവാന്റെ വാത്സല്യം. ബാക്കിയുള്ളവരോടൊന്നും ഭഗവാൻ ഇങ്ങനെ എല്ലാവർക്കും സമമായിട്ട് ഈക്വൽ ആയിട്ടാണ്. പക്ഷെ ഭക്തന്മാരുടെ സ്പെസിഫിക്കലി ഭഗവാന് ഒരു അടുപ്പമുണ്ട്, ഒരു അഫെക്ഷൻ ഉണ്ട്. അതാണ് ഇവിടെ ഉത്തരയോടും ഭഗവാൻ, അതാണ് ഇവിടെ പറയുന്നത്. ഉത്തരയോടും ആ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ. കാരണം ഉത്തര ഒരു ഭക്തയാണ്. അപ്പൊ ഇവിടെ അശ്വത്ഥാമാവ് എന്താണ് ചെയ്യുന്നത്? അവസാനത്തെ ആ ലൈഫ് പാണ്ഡവന്മാരുടെ ഫാമിലി, ഇൻഫാക്ട് പാണ്ഡവന്മാരെ വധിക്കാനും അതേപോലെ ഉത്തരയുടെ ഗർഭത്തിലുള്ള ആ ശിശുവിനെ വധിക്കാനും വേണ്ടിയിട്ട് ബ്രഹ്മാസ്ത്രം അയച്ചു, അല്ലെ? പക്ഷേ ഭഗവാൻ അതിൽ ഇന്റർഫിയർ ചെയ്യാണ് ചെയ്യുന്നത്. എന്നാണ് പർപ്പോട്ടിൽ നമുക്ക് നോക്കാം. ദ ലോർഡ് ഈസ് ഇംപാർഷ്യൽ ഇൻ എവറി റെസ്പെക്ട്, ബട്ട് സ്റ്റിൽ ഹി ഈസ് ഇൻക്ലൈൻഡ് ടുവേർഡ് ഹിസ് ഡിവോട്ടീസ് ബിക്കോസ് ദർ ഈസ് എ ഗ്രേറ്റ് നെസസിറ്റി ഓഫ് ദിസ് ഫോർ എവറി വൺസ് വെൽബീങ്. ചൈതന്യ ചരൺ പ്രഭു പറയുന്നത് ഗോഡ് ഈസ് ഇംപാർഷ്യലി പാർഷ്യൽ. അതായത് പക്ഷഭേദമില്ലാതെ പക്ഷഭേദം കാണിക്കുന്നു. അതാണ് സമൂഹം സർവഭൂതേഷു എന്നുള്ള ആദ്യം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. അദ്ദേഹം പാർഷ്യൽ അല്ല, ഈസ് ഇംപാർഷ്യലി പാർഷ്യൽ. തൻ്റെ ഭക്തന്മാരോട് പാർഷ്യാലിറ്റി കാണിക്കുന്നു. കാരണം ഭക്തന്മാര് അത്രയും പ്രിയപ്പെട്ടവരാണ്. ഭക്തന്മാര് എന്താണോ ഭഗവാൻ ആഗ്രഹിക്കുന്നത് അതനുസരിച്ചിട്ട് ജീവിക്കുന്നവരാണ്. ഭഗവാന്റെ നിർദ്ദേശം എന്താണോ അതനുസരിച്ച്. ബാക്കിയുള്ള ആൾക്കാർ എന്താണ്? ഭഗവാന്റെ നിർദ്ദേശത്തിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ. അതുകൊണ്ടാണ് ആ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ തൻ്റെ ഭക്തന്മാർക്ക് ഭഗവാൻ കൊടുക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. The Lord is impartial in every respect, but still he is inclined towards his devotees because there is a great necessity of this for everyone's well-being. അപ്പോൾ എല്ലാവരുടെ ആ ഒരു വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് ഭഗവാൻ എല്ലാവർക്കും വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നു. The Pandava family was a family of devotees and therefore the Lord wanted them to rule the world. അപ്പോൾ എന്തുകൊണ്ടാണ് ഭഗവാൻ പാണ്ഡവന്മാരെ ഈ ലോകം, ഈ രാജ്യം ഭരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്? കാരണം വെച്ചാൽ അവർ ഭക്തന്മാരാണ്. ഭക്തന്മാരെ ധർമ്മത്തെ പരിപാലിക്കും, അല്ലെ? ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലെ അവര് രാജ്യം ഭരിക്കുള്ളൂ.
അഭക്തന്മാര് എന്താണ്? അസുരവർഗത്തിൽപ്പെട്ടവരാണ്. അവരുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അല്ല പ്രജകളുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടില്ല, പ്രജകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടല്ല അവര് രാജ്യം ഭരിക്കുന്നത്. That was the reason he vanquished the rule of the company of Duryodhana and established the rule of Maharaja Yudhishthira. നമുക്ക് എല്ലാവർക്കും അറിയാം, ദുര്യോധനൻ തന്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ആഗ്രഹിക്കുന്നില്ല ദുര്യോധനന്റെ രാജ്യഭരണം, പാണ്ഡവന്മാരുടെ രാജ്യഭരണമാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പാണ്ഡവന്മാരെ ആ റെസ്പോൺസിബിലിറ്റി, ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ ഭഗവാൻ ആഗ്രഹിക്കുന്നത്. Therefore, he also wanted to protect മഹാരാജ പരീക്ഷിത്. അപ്പൊ മഹാരാജാവാണ് അവസാനത്തെ അവകാശി വംശജൻ. ആ മഹാരാജ പരീക്ഷത്തിനെ സംരക്ഷിക്കണം എന്ന് ഭഗവാന് നല്ല ആഗ്രഹമുണ്ട്. who was lying in embryo. അപ്പോ ഉത്തരയുടെ ഗർഭത്തിലെ ശിശുവായിട്ട് അവിടെ പരീക്ഷിത് മഹാരാജനെ രക്ഷിക്കണം. He did not like the idea that the world should be without the Pandavas, the ideal family of devotees. പാണ്ഡവന്മാരില്ലാതെ, നല്ല ഭരണമില്ലാത്ത ഒരു രാജ്യം അങ്ങനെ ആയി തരാൻ പാടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും പാണ്ഡവന്മാര് തീർച്ചയായിട്ടും ഇവിടെ ഈ ഭൂതലത്തിൽ ഉണ്ടായിരിക്കണം, എന്നാലേ നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് ഭഗവാന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ദുര്യോധനൻ ആ കമ്പനിയെ നശിപ്പിച്ചിട്ട് മഹാരാജ യുധിഷ്ഠിരന് ഈ രാജ്യം ഭഗവാൻ കൊടുത്തത്. അടുത്തത് ടെക്സ്റ്റ് 12. തർഹ്യേവാഥ മുനിശ്രേഷ്ഠ പാണ്ഡവാ പഞ്ചസായകാൻ ആത്മനോഭിമുഖാൻ ദീപ്താൻ അലക്ഷ്യാസ്ത്രാണി ഉപാദധു. തർഹ്യേവാഥ മുനിശ്രേഷ്ഠ പാണ്ഡവാ പഞ്ചസായകാൻ ആത്മനോഭിമുഖാൻ ദീപ്താൻ അലക്ഷ്യാസ്ത്രാണി ഉപാദധു. ഹരേ കൃഷ്ണ. ആരാണ് ഡിസൈഡ് ചെയ്യോ? हरे कृष्ण प्रभु. ओम नमो भगवते वासुदेवाय. तर्हि वादमुनिश्रेष्ठा पांडवा पंचसायकान् आत्मनोभिमुखान् दीप्तान् नालक्ष्यास्त्राण्यपाददु. विवर्तनम by His Divine Grace Abhay Charanarinda Bhakti Vedanta Swami Srila Prabhupada की जय. अलयो महाचिंतकന്മാരിൽ മുനിമാർ ഉത്കൃഷ്ടനായവനെ. ശൗനക മുനി. തേജസ്സാർന്ന ബ്രഹ്മാസ്ത്രം അവർക്ക് അഭിമുഖമായി വരുന്നത് ദർശിച്ച പാണ്ഡവർ താന്താങ്ങളുടേതായ 5 ആയുധങ്ങളും ഏന്തി നിന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. Oh, foremost among the great thinkers, Munis, Shaunaka, seeing the glaring Brahmastra proceeding toward them, the Pandavas took up their 5 respective weapons. ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അതായത് അശ്വത്ഥാമാവ് പരീക്ഷിത്തിനെ മാത്രം വധിക്കാനുള്ള 5 പാണ്ഡവന്മാരെയും നശിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ 5 പാണ്ഡവന്മാരുടെ നേർക്കും ബ്രഹ്മാസ്ത്രം അയച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. അപ്പോൾ ഇത് കണ്ട ഉടനെ, ആ ഗ്ലെയറിംഗ് എഫൾജൻസ് കണ്ട ഉടനെ ബ്രഹ്മാസ്ത്രത്തിന്റെ അവരെ റെസ്പെക്റ്റീവ് വെപ്പൺസ്, ആയുധങ്ങൾ എടുത്തു അല്ലെ. യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ, ഇവരെല്ലാം അവരുടെ കയ്യിലുള്ള ആയുധം. എന്താണ് യുധിഷ്ഠിര മഹാരാജാവിന്റെ ആയുധം? എന്താണ്? യുധിഷ്ഠിര മഹാരാജാവിന്റെ ആയുധം എന്താണ്? കുന്തമല്ലേ പ്രഭു? അതെ, കുന്തം. ഓക്കെ. പിന്നെ ഭീമന്റെ ഗദ. അർജുനന്റെ വില്ല്, ഗാണ്ഡീവ. നകുല സഹദേവൻ വാള്, സോഡ്. ഓക്കെ. കൃഷ്ണന്റെ എന്താണ് ആയുധം? സുദർശനചക്രം. അപ്പൊ ഇവര് 5 പേര് ഈ ബ്രഹ്മാസ്ത്രം അയച്ചപ്പോ ഇവര് അവരുടേതായിട്ടുള്ള ഈ ആയുധങ്ങൾ എടുത്താൽ ബ്രഹ്മാസ്ത്രത്തിനെ കൗണ്ടർ ചെയ്യാൻ പറ്റുമോ? ബ്രഹ്മാസ്ത്രത്തിന് ഈ ആയുധങ്ങളെ കൊണ്ട് കൗണ്ടർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് അവരുടെ ഈ വെപ്പൺ എടുത്തിട്ട് അതിനെ കൗണ്ടർ ചെയ്യാൻ പോയത്? അവർക്ക് കൃഷ്ണനോട് ഉള്ള വിശ്വാസം. അതായത് ഒരു ഇത് വരുമ്പോ ഉടനെ അവരുടെ ആയുധം എടുക്കാന്നുള്ള അത് അവരുടെ ബ്ലഡിലാണ്, ഒരു റിഫ്ലെക്സ് ആക്ഷൻ ആണ്. ഇമ്മീഡിയറ്റ്ലി
അതായത് എന്തെങ്കിലും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഉടനെ അവരുടെ അസ്ത്രം എടുക്കുക എന്നുള്ള എല്ലാവർക്കും ഉള്ള ഒരു ഇതാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ റിഫ്ലെക്സ് ആക്ഷൻ അവിടെ. പക്ഷേ ഭഗവാൻ അവിടെ ആ സമയത്ത് ഉത്തര ഓടി വന്നത് കണ്ടിട്ട് ഭഗവാൻ അവിടെ സഹായിക്കും എന്നുള്ള ഉറപ്പ് അവർക്കുണ്ടായിരുന്നു. ആരൊക്കെ? അപ്പൊ ഒരുപാട് അസ്ത്രങ്ങളുണ്ട്. ബ്രഹ്മാസ്ത്ര, വൈഷ്ണവാസ്ത്ര, നാഗാസ്ത്ര, പശുപതാസ്ത്ര, അങ്ങനെ ഒരുപാട് അസ്ത്രങ്ങൾ. നാരായണാസ്ത്ര അല്ലെ. ഒരിക്കൽ ഇതിനു മുമ്പേ അശ്വത്ഥാമാവ് നാരായണാസ്ത്ര അയച്ചു. അതായത് തൻ്റെ അച്ഛൻ ദ്രോണാചാര്യനെ ഇവർ വധിച്ചു എന്നറിഞ്ഞപ്പോൾ ആ ദേഷ്യം കൊണ്ട് കുപിതനായിട്ട് അദ്ദേഹം നാരായണാസ്ത്രം അയച്ചു പാണ്ഡവന്മാരുടെ നേർക്ക്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവർക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഉടനെ പറഞ്ഞു നാരായണനെ മന്നിക്കുകയാണ് വേണ്ടത്. ഉടനെ കൃഷ്ണൻ പറഞ്ഞു എല്ലാവരോടും പ്രണാമം നമസ്കാരം ചെയ്യാൻ വേണ്ടിയിട്ട് കിടക്കാൻ വേണ്ടി പറഞ്ഞു. ഉടനെ തല കുറിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ നാരായണാസ്ത്രം ഒന്നും ചെയ്യില്ല. പക്ഷെ ഭീമൻ എന്താ ചെയ്തു? ഭീമൻ കുറച്ച് ദൂരമായിരുന്നു. ഭീമനോട് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്, പക്ഷെ കേൾക്കുന്നില്ല. ഭീമൻ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വർക്കമാനത്തിലാണ്. നാരായണാസ്ത്രത്തിന് ചെയ്യാൻ പറ്റും? ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഉടനെ ഭഗവാൻ ഓടിപ്പോയിട്ട് ഭീമനെ പിടിച്ച് താഴത്തേക്ക് വീഴ്ത്തിട്ടു, അങ്ങനെ രക്ഷിച്ചു. ഇതൊരു ഭക്തവാത്സല്യതയാണ് ഇവിടെ കാണുന്നത് അല്ലെ. അപ്പൊ നാരായണാസ്ത്രം, അതേപോലെ തന്നെ ബ്രഹ്മാസ്ത്രം പല സമയത്തും രാമചന്ദ്ര ഭഗവാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരിക്കല് ഇന്ദ്രന്റെ മകൻ ജയന്തൻ, ഇത് ചിത്രകൂടിൽ വെച്ചിട്ടാണ്. ചിത്രകൂടിൽ വെച്ചിട്ട് ജയന്തൻ സീതാമാതാവിനെ കാക്കയുടെ ആ രൂപം എടുത്തിട്ട് അതിനെ കൊത്താൻ തുടങ്ങി. അപ്പോൾ അതിന് ആട്ടിയിട്ടും പോകുന്നില്ല. കുറെ കഴിഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്ര ഭഗവാനോട് സീതാമാത പറഞ്ഞു, ഇങ്ങനെ ഒരു കാക്ക വന്നിട്ട് എന്നെ എപ്പോഴും ശല്യപ്പെടുത്തുന്നുണ്ട്. അപ്പോ രാമചന്ദ്ര ഭഗവാൻ മനസ്സിലായി ഇത് ജയന്തനാണ്, ഇന്ദ്രന്റെ മകനാണെന്ന് മനസ്സിലായിട്ട് അദ്ദേഹം ഉടനെ ബ്രഹ്മാസ്ത്രത്തിനെ ഇൻവോക്ക് ചെയ്തു. ഇത് കണ്ട് പേടിച്ച് ഈ ജയന്തൻ എല്ലാ സ്ഥലത്തും പോയി, ഇന്ദ്രന്റെ അടുത്തും എല്ലാ സ്ഥലത്തും പോയി. അവസാനം ഒരു രക്ഷയില്ലാണ്ട് തിരിച്ച് രാമചന്ദ്ര ഭഗവാന്റെ അടുത്ത് വന്നപ്പോൾ ശരണം പ്രാപിച്ചു. അപ്പോൾ കൊന്നില്ല, ആ കണ്ണിന് മാത്രം കണ്ണിന്റെ ഒരു ലെയർ എടുത്തു, ഒരു കണ്ണിന്റെ ഒരു ലെയർ എടുത്തു എന്ന് പറഞ്ഞ അങ്ങനെ അവന് വെറുതെ വീടുണ്ടായി. അപ്പൊ ബ്രഹ്മാസ്ത്രം ആ സമയത്ത് രാമചന്ദ്ര ഭഗവാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ സമുദ്രത്തിനോട് വഴി ചോദിച്ച സമയത്ത് സമുദ്രം വഴി കൊടുത്തില്ല. ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്തു? ബ്രഹ്മാസ്ത്രം എടുക്കണ്ടായി. പിന്നെ ഉടനെ സമുദ്രം അതിനെ സമ്മതിക്കുകയാണ് ചെയ്തത്. രാവണനെ വധിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ബ്രഹ്മാസ്ത്രമാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ രാവണനെ വധിക്കാൻ വേണ്ടിയിട്ട് രാമചന്ദ്ര ഭഗവാൻ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചു. ഈ ബ്രഹ്മാസ്ത്രം സാധാരണ അസ്ത്രത്തിനെ പോലുള്ള അസ്ത്രമല്ല, ഫിസിക്കൽ അല്ല, ഗ്രോസ് അല്ല. ഇത് അസ്ത്രം, ശസ്ത്രം. അസ്ത്രം എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങളെ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ആയുധമാണ്. ആ മന്ത്രശക്തി കൊണ്ടാണ് ആ അസ്ത്രം അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അത് ടാർഗറ്റ് ഓറിയന്റ് ആണ്. ഏത് ടാർഗറ്റിലാണോ നമ്മൾ വിചാരിക്കുന്ന ആ ടാർഗറ്റിനെ മാത്രം ചെന്ന് അതിനെ നശിപ്പിച്ചു വരും. ആറ്റം ബോംബ് പോലെ അല്ല എന്ന് പറയുന്നത്. ആറ്റം ബോംബ് എന്ന് പറഞ്ഞാൽ സർവനാശം, എല്ലാ സ്ഥലത്തും നാശമുണ്ടാവും. ഇത് അസ്ത്രം മന്ത്രത്തിന്റെ ഇതാണ്. ഈവൻ ബില്ല് ഇല്ലെങ്കിലും ഒരു ദർഭപ്പുല്ലുണ്ടായി അതിൽ തൊടുത്തു വിടാമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ മന്ത്രത്തിന്റെ ഈ ഗുരു എല്ലാവർക്കും കൊടുക്കില്ല, യോഗ്യതയുള്ള ശിഷ്യന്മാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഈ ദ്രോണാചാര്യ തന്റെ മകൻ അശ്വത്ഥാമാവിന് ഈ അസ്ത്രം കൊടുത്തപ്പോൾ? അത് പുത്രവാത്സല്യം കൊണ്ട്, അമിതമായിട്ടുള്ള പുത്രവാത്സല്യം കൊണ്ട്. ഇത് നാശത്തിലെ ചെന്നെത്തുള്ളൂ എന്നറിയാം, പക്ഷെ എങ്കിലും കൂടി ആ അമിതമായിട്ടുള്ള പുത്രവാത്സല്യം ഇതെല്ലാം എക്ലിപ്സ് ചെയ്തു. അങ്ങനെയാണ് അശ്വത്ഥാമാവിന് ഈ അസ്ത്രങ്ങളെല്ലാം കിട്ടുന്നത്. അപ്പോൾ ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കുമ്പോൾ അത്രയും ഒരു ഡയർ സിറ്റുവേഷൻ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ അതിനുള്ള യോഗ്യത വേണം, അല്ലാതെ അത് എപ്പോഴും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ വൈഷ്ണവാസ്ത്രമുണ്ട്. വൈഷ്ണവാസ്ത്രം എന്നത് ഭഗദത്ത പറഞ്ഞിട്ടുള്ള ഒരു വാര്യരാണ്. ഭഗദത്ത എന്ന് പറയുന്നത് ഭൗമാസുരന്റെ മകനാണ്. അതായത് ഭൗമാസുരൻ അല്ലെങ്കിൽ നരകാസുരൻ. ആരുടെ മകനാണ് നരകാസുരൻ? ഭൂമിദേവിയുടെ. ഭഗവാനിലെ ഭൂമിദേവിനുണ്ടായിട്ടുള്ള മകനാണ് നരകാസുരൻ അല്ലെങ്കിൽ ഭൗമാസുരൻ. ഓക്കെ, പക്ഷെ അദ്ദേഹം അസുരനായ കാരണം ബാണാസുരനായിട്ടുള്ള ആ സംഘത്തിലെ അസോസിയേഷൻ കാരണം. പക്ഷെ
അപ്പൊ ഭൂമിദേവി ഭഗവാൻ പറഞ്ഞു, വിഷ്ണുവിനോട് പറഞ്ഞു, ഇവനെ രക്ഷിക്കണം, അവനൊരു അസ്ത്രം കൊടുക്കണം. അങ്ങനെ വൈഷ്ണവാസ്ത്രം കൊടുത്തു. അപ്പൊ വൈഷ്ണവാസ്ത്രം കൊടുത്ത സമയത്ത് ഒരു ഒരു അനുഗ്രഹം കൂടി കൊടുത്തു. ഈ വസ്ത്രത്തിനെ ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അനുഗ്രഹം കൂടി ഭഗവാൻ കൊടുത്തു. അപ്പോൾ ഈ ഭൗമാസുരനെ അല്ലെങ്കിൽ നരകാസുരനെ വധിച്ച ശേഷം ഈ അസ്ത്രം തന്റെ മകനായ ഭഗദത്തന് കൊടുത്തു. ഭഗദത്തൻ നിർഭാഗ്യവശാൽ കൗരവരുടെ സൈഡിൽ നിന്നാണ് യുദ്ധം ചെയ്തത്, കുരുക്ഷേത്ര വാറിൽ. അപ്പോൾ കൗരവ സൈഡിലെ യുദ്ധം ചെയ്യുന്ന സമയത്ത് അർജുനന്റെ നേരെ ഈ വൈഷ്ണവാസ്ത്രം ഉപയോഗിച്ചു. ഈ വൈഷ്ണവാസ്ത്രം ഉപയോഗിച്ചപ്പോ ഭഗവാൻ ഇത് മനസ്സിലായി. അതായത് ഭഗദത്തൻ വൈഷ്ണവാസ്ത്രമാണ് അയച്ചിരിക്കുന്നത്. ഉടനെ രഥത്തിലിരിക്കുന്ന ഭഗവാൻ ചാടി എഴുന്നേറ്റ് നിന്നു. ആ വൈഷ്ണവാസ്ത്രത്തിനെ സ്വീകരിച്ചു. അത് മാലയായിട്ട് മാറി. ഇത് കണ്ട അർജുനൻ അത്ഭുതപ്പെട്ടു. എന്തേ ഭഗവാൻ എന്നോട് പറഞ്ഞില്ല? എന്റെ പക്കലുണ്ടല്ലോ ഈ വൈഷ്ണവാസ്ത്രം, എനിക്ക് അതിനെ കൗണ്ടർ ചെയ്യാമായിരുന്നില്ലേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഭഗവാൻ പറയുന്നില്ല, കൗണ്ടർ ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഞാനൊരു സ്പെഷ്യൽ അനുഗ്രഹം ഈ അസ്ത്രത്തിന് കൊടുത്തിട്ടുണ്ട്. അതായത് ആർക്കും ഇതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള അനുഗ്രഹം കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉടനെ ചാടി നിന്ന് അതിനെ സ്വീകരിച്ചത് എന്ന് പറഞ്ഞു. അഥവാ നീ അതിനെ വൈഷ്ണവാസ്ത്രം കൊണ്ട് കൗണ്ടർ ചെയ്യുകയാണെങ്കിൽ അത് നശിക്കില്ല. അതിന് ഉപരിയായിട്ട് ഒരുപാട് കലാമിറ്റീസ് വരും ചെയ്യും, ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവും. അപ്പൊ അവിടെയും അർജുനനെ അവിടെ സഹായിച്ചു അല്ലെ. അങ്ങനെ ഒരുപാട് അസ്ത്രങ്ങളുണ്ട്. ഇതെല്ലാം മന്ത്രത്തിന്റെ ആ ശക്തി കൊണ്ട് വർക്ക് ചെയ്യുന്നതാണ്. പക്ഷെ നമുക്ക് അതിലുപരിയുമായി നമുക്ക് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അസ്ത്രമുണ്ട്, നമ്മളുടെ എല്ലാവരുടെ അടുത്തുമുണ്ട്. എന്ത് അസ്ത്രമാണത്? ജപാസ്ത്രമാണ്. ഹരിനാമാസ്ത്രം അല്ലേ? അതെ. കലിയുഗത്തില് നമുക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുന്ന ഹരിനാമാസ്ത്രം. അതിന് യോഗ്യത നോക്കിയിട്ടോ യോഗ്യത പിള്ളേർക്കോ ഇല്ലാത്തവർക്കോ ഒന്നുമില്ല. എല്ലാവർക്കും യോഗ്യത ഉണ്ടെങ്കിൽ ശരി, ഇല്ലെങ്കിൽ ശരി, എല്ലാവർക്കും ഫ്രീ ആയിട്ട് ആര് ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭു ഈ അസ്ത്രം കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഓരോ അസ്ത്രത്തിനും അതിന്റെ പ്രിസൈഡിങ് ഡേറ്റീസ് ഉണ്ട്. ഓക്കെ, വൈഷ്ണവാസ്ത്രം വിഷ്ണു, നാരായണാസ്ത്രം നാരായണ, ബ്രഹ്മാസ്ത്രം ബ്രഹ്മ, ഓക്കെ, പശുപതാസ്ത്രം ലോർഡ് ശിവൻ. അങ്ങനെ ഓരോ അസ്ത്രത്തിനും ഓരോ പ്രിസൈഡിങ് ഡേറ്റീസ് ഉണ്ട്. അതേപോലെ നമ്മുടെ ഹരിനാമാസ്ത്രം അതിന്റെ പ്രിസൈഡിങ് ഡേറ്റീസ് ഗവർണിത്താൻ. അപ്പോൾ ഈ ഹരിനാമാസ്ത്രം ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു മാർക്കറ്റ്, അതായത് ഫ്രീ മാർക്കറ്റിലാണ് ഈ അസ്ത്രം ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവും എല്ലാവർക്കും കൊടുക്കുന്നത്. പക്ഷെ ഇത് എക്സസ് ചെയ്യാനുള്ള ഒരു കീവേഡ് ഉണ്ട്. ഈ അസ്ത്രത്തിനെ നമുക്ക് എക്സസ് ചെയ്യണമെങ്കിൽ, അതിനെ ഇൻവോക്ക് ചെയ്യണമെങ്കിൽ ഒരു കീ വേർഡ് അല്ലെങ്കിൽ പാസ്വേഡ് ഉണ്ട്. എന്താണ് ആ കീ വേർഡ് അല്ലെങ്കിൽ പാസ്വേഡ്? ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? ജയ ശ്രീകൃഷ്ണ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ. ഹരിബോൾ, ഹരിബോൾ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദിക. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മൾ ജപിക്കുന്നതിന് മുമ്പേ ഈ പഞ്ചതത്വ മഹാമന്ത്രം എപ്പോഴും ജപിക്കണം. എന്നാൽ മാത്രമാണ് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ ആ എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോ ഈ കലിയുഗത്തില് നമുക്ക് കിട്ടിയിരിക്കുന്ന അസ്ത്രം മറ്റേ എല്ലാ അസ്ത്രത്തെക്കാളും പവർഫുൾ ആണ്. എന്താണ് കാരണം? ബ്രഹ്മാസ്ത്രം, വൈഷ്ണവാസ്ത്രം, നാരായണാസ്ത്രം ഇതിനെല്ലാക്കാട്ടിലും പവർഫുൾ ആണ്. കാരണം എന്താ? ഒരാൾ പറയൂ, ആരെങ്കിലും ഒരാൾ പറയൂ. വളരെ എളുപ്പമാണ് പ്രഭു. ഹരികൃഷ്ണ മന്ത്രം, ഈ 32 അക്ഷരമുള്ള ഈ മന്ത്രജപം കൊണ്ട് വളരെ എളുപ്പത്തിൽ കലികാലത്തിൽ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും, ഭക്തനാവാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ഹരികൃഷ്ണ. അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷെ അതല്ല, പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. എന്താ പറഞ്ഞ? പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. ഇത് മറ്റുള്ള അസ്ത്രങ്ങളെല്ലാം നമ്മളെ ഫിസിക്കൽ, അതായത് ഗ്രോസ് ബോഡിയെ പെനട്രേറ്റ് ചെയ്യും. ഓക്കെ, ഈ അസ്ത്രം, ഹരിനാമാസ്ത്രം നമ്മുടെ സട്ടിൽ ബോഡിയെ പെനട്രേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മുടെ മറ്റേ എനിമികളൊക്കെ ഗ്രോസ് ആയിട്ടുള്ള എനിമീസ് ആണ്. ഓക്കെ, അവരെ നശിപ്പിക്കും.
ഇവിടെ നമ്മളുടെ എനിമി എന്താണ്? കാമക്രോധ ലോഭ മോഹ മത മാത്സര്യം അല്ലെ? ഈ 6 എനിമികളെ, 6 ശത്രുക്കളെ, മറ്റുള്ള ശത്രുക്കൾ രാവണനോ അല്ലെങ്കിൽ കംസനോ അല്ലെങ്കിൽ ഹിരണ്യകശിപു, ഹിരണ്യാക്ഷ, ഈ എനിമിയെക്കാളും എത്രയോ വലിയ ശത്രുക്കളാണ്. അപ്പൊ ആ ശത്രുക്കളെ നശിപ്പിക്കാനുള്ള അസ്ത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലെ? എത്രയോ വലിയ വലിയ ശത്രുക്കളാണ് നമുക്ക് നമ്മളുടെ ഈ ശാസ്ത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. കംസൻ, രാവണൻ, ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ അല്ലെ? ഇവരൊക്കെ. അപ്പൊ അതിനേക്കാട്ടിലും എത്രയോ വലിയ തലത്തിലുള്ള എനിമീസ് ആണ് നമ്മുടെ ഹൃദയത്തിലുള്ളത്. ആ ഹൃദയത്തിലുള്ള ആ പ്രധാനപ്പെട്ട 6 ശത്രുക്കളാണ് കാമക്രോധ ലോഭ മോഹ മത മാത്സര്യം. ഇവരെ നശിപ്പിക്കാൻ പറ്റുന്ന അസ്ത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. അതാണ് പാത്ര അപാത്ര ധേക്കെ. ഓക്കെ, യോഗ്യതയും അയോഗ്യതയും ഒന്നും നോക്കുന്നില്ല ഇവിടെ, എല്ലാവർക്കും വിതരണം ചെയ്യാണ്. അപ്പൊ ഈ അസ്ത്രം നമുക്ക് എല്ലാവർക്കും കിട്ടിയത് കൊണ്ട് നമുക്ക് ഈ ജന്മത്തിൽ തന്നെ ഇത് വേണ്ട പോലെ ഉപയോഗിച്ച്, ഇത് നമ്മൾ മാത്രം ഉപയോഗിച്ച പോലെ നമ്മൾ മറ്റുള്ളവർക്കും ഈ അസ്ത്രം കൊടുക്കണം. എല്ലാവരും ശുദ്ധീകരിക്കപ്പെട്ട് എല്ലാവരും ഈ ജന്മത്തിൽ തന്നെ പരംധാമിലേക്ക് പോകാനുള്ള അവസരം കിട്ടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കും കൂടി വേണം. നമ്മളുടെ മാത്രം ആ ഒരു സാക്ഷാത്കാരം പോരാ, മറ്റുള്ളവർക്കും കൂടി ഇത് കൊടുക്കണം. ഇതാണ് ശ്രീല പ്രഭുപാദരും ബാക്കി എല്ലാ ആചാര്യന്മാരും ആഗ്രഹിക്കുന്നത്. കലിയുഗത്തിലെ ഒരേ ഒരു അസ്ത്രമാണ് ഏറ്റവും ശക്തിയുള്ള അസ്ത്രം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പൊ ഇതുകൊണ്ട് നമ്മൾക്ക് ഈശ്വര സാക്ഷാത്കാരം കിട്ടും. നമ്മൾക്ക് നമ്മളുടെ സ്വരൂപത്തിലെ ഭഗവാനെ നിത്യേന സേവിക്കാൻ പറ്റും. ഇതാണ് പറയുന്നത്. സോ ദ ബ്രഹ്മാസ്ത്രാസ് ആർ ഫൈനർ ദാൻ ദ ന്യൂക്ലിയർ വെപ്പൺസ്. കാരണം ഇത് നമുക്ക് ഫിസിക്കലി ആയിട്ട് കാണാൻ പറ്റില്ല. കാരണം ഇത് മന്ത്രത്തിന്റെ ശക്തി കൊണ്ടാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. അശ്വത്ഥാമ ഡിസ്ചാർജ് ദ ബ്രഹ്മാസ്ത്ര സിംപ്ലി ടു കിൽ ദ പാണ്ഡവാസ്, namely the 5 brothers headed by Maharaja Yudhishthira and their only grandson. 5 പാണ്ഡവന്മാരെയും അവരുടെ പൗത്രനെ, അതായത് പരീക്ഷിത്തിനെയും വധിക്കാൻ വേണ്ടിയിട്ടാണ് അശ്വത്ഥാമ ഈ ബ്രഹ്മാസ്ത്ര അയച്ചത്. Who was lying within the womb of Uttara. Therefore, the Brahmastra, more effective and finer than the atomic weapons, was not as blind as the atomic bombs. When the atomic bombs are discharged, they do not discriminate between the target and others. For atomic bombing എന്താണെന്ന് വെച്ചാൽ അത് ടാർഗറ്റ് ഓറിയന്റഡ് അല്ല. അത് എവിടെ ചെന്ന് വീഴുന്നു അവിടുത്തെ എല്ലാറ്റിനെയും നശിപ്പിക്കും. ഇത് ടാർഗറ്റ് ഓറിയന്റഡ് ആണ് ബ്രഹ്മാസ്ത്ര. ആരെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ടാർഗറ്റ് മാത്രം, ആ വ്യക്തിയെ മാത്രം നശിപ്പിക്കാനുള്ള കഴിവാണ് ഇതിനുള്ളത്. So mainly the atomic bombs do harm the innocent because there is no control. The Brahmastra is not like that. It marks out the target and proceeds accordingly without harming the innocent. അപ്പോൾ നിരപരാധികളെ അവർ ഒരിക്കലും, അതായത് ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചാൽ, അത് ഉപയോഗിക്കാൻ അറിഞ്ഞിരുന്നാൽ ഒരിക്കലും അത് നിരപരാധികളെ, അതായത് ഏത് ടാർഗറ്റിനെ നമ്മൾ എയിം ചെയ്യുന്ന, ലക്ഷ്യമിടുന്ന ആ ടാർഗറ്റിൽ മാത്രം പോയിട്ട് അതിനെ നശിപ്പിച്ച് തിരിച്ചു വരും. ടെക്സ്റ്റ് 13. വ്യസനം വീക്ഷ്യ തത്തേഷാം അനന്യാ വിഷയാത്മനാം സുദർശനേന സ്വാസ്ത്രേണ സ്വാനാം രക്ഷം വ്യഥാദ് വിഭോ. വ്യസനം വീക്ഷ്യ തത്തേഷാം അനന്യാ വിഷയാത്മനാം സുദർശനേന സ്വാസ്ത്രേണ സ്വാനം രക്ഷം വ്യഥാദ് വിഭോ. ഹരേ കൃഷ്ണ. വായിക്കും. ഹരേ കൃഷ്ണ. വായിച്ചോളൂ നടക്കും. ഹരേ കൃഷ്ണ. വ്യസനം വീക്ഷ്യ തത്തേഷാം അനന്യാ വിഷയാത്മനാം സുദർശനേന സ്വാസ്ത്രേണ സ്വാനാം രക്ഷാം വ്യാധാത് വിഭൂ. വിവർത്തനം. സർവശക്തനും പരമദിവ്യോത്തമ പുരുഷനുമായ ശ്രീകൃഷ്ണൻ പൂർണ്ണ സമർപ്പിതാത്മാക്കളായ തന്റെ ശുദ്ധഭക്തർക്ക് സംഭവിക്കാൻ പോകുന്ന മഹാവിപത്തിനെ ദർശിക്കയാൽ അവരെ സംരക്ഷിക്കാനായി തൽക്ഷണം തന്റെ സുദർശന ചക്രമെടുത്തു. ഹരേ കൃഷ്ണ. The Almighty Personality of Godhead, Sri Krishna, having observed that a great danger was befalling his unalloyed devotees,
were fully surrendered souls, at once took up his Sudarshan disc to protect them. So Bhagwan, okay, Purna Purushottam Bhagwan, Sri Krishna Bhagwan, ഇത് കണ്ട ഉടനെ, ഇത് മനസ്സിലാക്കി, ഇതിന്റെ അപകടം മനസ്സിലാക്കിയ ഉടനെ തന്റെ ഭക്തന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സുദർശന ചക്രം എടുത്തു എന്നാണ് പറയുന്നത്. ഓക്കെ, മാരേ കൃഷ്ണ രാഖേക്ക്, രാഖേ കൃഷ്ണ മാരേക്ക് എന്ന് പറയുന്നത്. അതായത് ഭഗവാൻ ആരെങ്കിലും രക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവരെ രക്ഷിച്ചിരിക്കും. ഭഗവാൻ ആരെങ്കിലും വധിക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ വധിച്ചിരിക്കും. ഒരു ശക്തിക്കും അതിനെ തടുക്കാൻ പറ്റില്ല. ഇവിടെ തന്റെ ഭക്തന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തീരുമാനിച്ചു. ഉടനെ അദ്ദേഹം സുദർശനം ചക്രം എടുത്തു എന്നാണ് ഇവിടെ പറയുന്നത്. So the Brahmastra, the supreme weapon released by Ashwatthama, was something similar to the nuclear weapon, but with more radiation and heat. This Brahmastra is a product of a more subtle science, being the product of a finer sound, a mantra recorded in the Vedas. അപ്പോൾ ഇതെല്ലാം സട്ടിൽ ആയിട്ടുള്ള സയൻസ് ആണ്. അപ്പൊ നമുക്ക് ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ അറിയുള്ളൂ. സട്ടിൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മളുടെ ശാസ്ത്രജ്ഞന്മാരോ ശാസ്ത്രലോകോ നമുക്ക് പഠിപ്പിക്കുന്നില്ല. ഓക്കെ, വളരെ സട്ടിലായിട്ട്. അതുകൊണ്ടാണ് നമ്മളുടെ ഗ്രോസ് ബോഡി, നമ്മളുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഈ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളെ അറിയുള്ളൂ. മനസ്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ബുദ്ധിയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഈഗോ പറ്റിയിട്ടോ അതായത് മോഡേൺ സയൻസിന് കൂടുതൽ വിവരങ്ങളില്ല, അല്ലേ? അതെല്ലാം സട്ടിലായിട്ടുള്ള സയൻസ് ആണ്. അത് നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ, നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ ഭഗവത്ഗീത, ഭാഗവതം, വേദങ്ങളെ, പുരാണങ്ങളുടെ ഇതെല്ലാം വളരെ നന്നായിട്ട് അതിനെ വിവരിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ, അപ്പൊ ഇങ്ങനത്തെ സട്ടിൽ സയൻസ് അറിയണമെങ്കിൽ നമുക്ക് നമ്മളുടെ വേദഗ്രന്ഥങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ബ്രഹ്മാസ്ത്രത്തിന്റെ ഈ ഫങ്ഷൻ വളരെ സട്ടിലായിട്ടുള്ള ഒരു സയൻസ് ആണ്. ഇന്നത്തെ ആധുനിക ലോകത്ത് ഈ സയൻസ് ആർക്കും അറിയില്ല. അന്നത്തെ കാലത്ത് ഒരുപാട് പലതരത്തിലുള്ള അസ്ത്രങ്ങളും ഇങ്ങനെ മന്ത്രത്തിന്റെ ശക്തി കൊണ്ട് അവർ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് റെക്കോർഡ്, ഈ കാര്യങ്ങളെല്ലാം നമ്മളുടെ വേദങ്ങളുടെ പ്രതിപാദിച്ചിട്ടുണ്ട്, അത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. Another advantage of this weapon is that it is not blind like the nuclear weapon because it can be directed only to the target and nothing else. നേരത്തെ പറഞ്ഞ പോലെ ഏത് ടാർഗറ്റ് ആണോ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ആ ടാർഗറ്റിനെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതിന്റെ അടുത്തുള്ള ഒന്നിനും ഒരു നാശം സംഭവിക്കില്ല. അത്രയും പെർഫെക്റ്റ് ആണ്. Ashwatthama released this weapon just to finish all the main members of Pandu family. Therefore, in one sense, it was more dangerous than the atomic bombs because it could penetrate even the most protected place and would never miss the target. അപ്പൊ എത്ര തന്നെ നമ്മൾ സംരക്ഷിച്ചു വെച്ചാലും ഈ വെപ്പൺ, ഈ ആയുധം തീർച്ചയായിട്ടും അതിന്റെ ടാർഗറ്റ് മിസ് ഔട്ട് ചെയ്യില്ല എന്നാണ് പറയുന്നത്. So Lord Krishna, Sri Krishna at once took up his personal weapon to protect his devotees, who did not know anyone other than Krishna. അപ്പോൾ എല്ലാ സമയത്തും വേറെ ഒരു വഴിയില്ലെങ്കിൽ മിക്കവാറും പാണ്ഡവന്മാർ എപ്പോഴും ഭഗവാനെ മാത്രമേ ആശ്രയിച്ചിട്ടുള്ളൂ, വേറെ ആരെയും അഭയം പ്രാപിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ എല്ലാ സമയത്തും ഏതൊരു പ്രശ്നമുള്ള സമയത്തും ഭഗവാൻ പാണ്ഡവന്മാരെ രക്ഷിച്ചിട്ടുണ്ട്. ഉത്തരയ്ക്കും അറിയാം, കാരണം വെച്ചാൽ പാണ്ഡവന്മാരുടെ അടുത്ത് പോയിട്ട് കാര്യമില്ല, ഭഗവാന്റെ അടുത്ത് പോയിട്ട് കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഡയറക്ട്ലി ഉത്തര ഭഗവാന്റെ അടുത്തേക്ക് ഓടി വന്നത്. സോ ഹി ഓൺലി ക്യാൻ പ്രൊട്ടക്ട്. ഫൈനലി വേറെ ആർക്കും പറ്റില്ല. കാരണം ഭഗവാൻ എന്താണ്? സ്വതന്ത്രനാണ്. ഹീസ് ഇൻഡിപെൻഡന്റ്. അദ്ദേഹത്തിന് എന്തും ചെയ്യാൻ പറ്റും. So in the Bhagavad Gita, the Lord has clearly promised that his devotees are never to be vanquished. Okay, ഭഗവത് ഗീതയിലെ ഭഗവാൻ അർജുനോടിന് പറയുന്നുണ്ട്, പോയിട്ട് പറയാൻ, ഡിക്ലെയർ ചെയ്യാൻ, മൈ ഡിവോട്ടീസ് വിൽ നെവർ പെരിഷ്. അഹം എന്താ, വാട്ട് ഇസ് ദാറ്റ്? എന്താണ് ആ ശ്ലോകം? ഓർമ്മയുണ്ടോ? ഓക്കെ, നമേ ഭക്തിയെ പ്രണശ്യതി അല്ലേ ലാസ്റ്റ്. ഓക്കെ, അപ്പൊ എന്റെ ഡിവോട്ടീസ് ഒരിക്കലും
നശിക്കില്ല എന്ന് അർജുനോട് ചെന്ന് പറയാണ് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് ഭഗവാൻ സ്വയം പറഞ്ഞില്ല, അർജുനെ കൊണ്ട് പറഞ്ഞത്? കാരണം ഭഗവാൻ പല സമയത്തും തന്റെ വാക്കുകളെ മറികടന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ആൾക്കാർ വിചാരിക്കാൻ പാടില്ല ഭഗവാൻ അത് പറയും എങ്കിലും കൊണ്ടും അതിന് വിശ്വസിക്കാൻ പറ്റില്ല. ഭഗവാൻ അത് മാറ്റും. പക്ഷെ അർജുനൻ പ്രിൻസിപ്പിൾ ഒരിക്കലും എന്തെങ്കിലും പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രകാരം ചെയ്യുന്ന ആളാണ് ഭക്തന്മാര്. അപ്പൊ അതുകൊണ്ടാണ് തന്റെ ഭക്തൻ മുഖേന ഈ ഒരു ഉറപ്പ് എല്ലാവർക്കും കൊടുത്തത്. നമ്മെ ഭക്ത്യ പ്രണശ്യതി. സോ and he behaves according to the quality or degree of devotional service rendered by the devotees. Okay. Ethamam prapadyante tam sadaiva bhajamiham. Here the word ananya vishayatmanam is significant. The Pandavas were 100% dependent on the protection of the Lord. ഭാഗവതത്തിലൊരു വേഴ്സ് ഉണ്ട്, കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ഭക്താനാം ഭയങ്കര ത്വമേക ദഹ്യമാനാം അപവർഗോസി സംസിന്ധേ. ഓക്കെ, കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ഭക്താനാം ഭയങ്കര, ഭക്തന്മാർക്ക് അഭയം കൊടുക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും പാണ്ഡവന്മാര് ഭഗവാനെ അഭയം പ്രാപിക്കും. അറിയാം ഏതൊരു പ്രശ്നത്തിൽ നിന്നും ഏതൊരു സിറ്റുവേഷനിൽ നിന്നും തങ്ങളെ മോചിപ്പിക്കാൻ ആരാണ്? ഭഗവാൻ മാത്രമേ കഴിയുന്ന അവർക്കറിയാം പാണ്ഡവന്മാർക്ക്. So the Pandavas were 100% dependent on the protection of the Lord. Although they were all great warriors themselves, but the Lord neglects even the greatest warriors and also vanquishes them in no time. When the Lord saw that there was no time for the Pandavas to counteract the Brahmastra of Ashwatthama, he took up his weapon. Haribol. So he took up his weapon even at the risk of breaking his own vow. കാരണം എന്താണ് ഇവിടെ പറയുന്നത്? When the Lord saw that there was no time for Pandavas to counteract the Brahmastra of Ashwatthama, he took up his weapon even at the risk of breaking his own vow. എന്താണ് ഭഗവാൻ ഇവിടെ തന്റെ പ്രതിജ്ഞയെ ഭംഗിക്കുന്നത്, ലംഘിക്കുന്നത്? അല്ലെങ്കിൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ ആയുധമെടുക്കില്ല എന്ന് പറഞ്ഞു. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞില്ല എന്ന് പറയാം. അത് ഭഗവാൻ ദ്വാരകയിലേക്ക് പുറപ്പെടാൻ നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം സംഭവിക്കുന്നത്, അല്ലേ? അപ്പൊ അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ യുദ്ധത്തില് ആയുധം എടുക്കില്ല എന്നുള്ളത്. അപ്പൊ ഈവൻ അത് ബ്രേക്ക് ചെയ്തതിനും കൂടിയിട്ട് തന്റെ ഭക്തന്മാരെ രക്ഷിക്കും. ഭീഷ്മ പിതാമഹൻ പറഞ്ഞു, ഞാൻ വളരെ അഗ്രസീവ് ഫൈറ്റിംഗ് ആയിരുന്നു, എങ്ങനെയെങ്കിലും അർജുനനെ വധിക്കണം എന്നല്ല. അപ്പൊ അതുകൊണ്ട് അത് അർജുനൻ പേടിയായി, ഈവൻ ഭഗവാനും കൂടി പേടി തോന്നും, ഇന്ന് അർജുനനെ വധിക്കും എന്നുള്ള ആ നിലയായപ്പോ ഭഗവാൻ തന്റെ ആ പ്രതിജ്ഞയെല്ലാം ലംഘിച്ച് ചാടി ഒരു ചക്രം എടുത്തിട്ട് ഭീഷ്മ പിതാവിന്റെ നേരക്ക് ഓടിയില്ലേ. അപ്പൊ അത്രയും ഇതാണ്, തന്റെ പ്രതിജ്ഞയൊന്നും കാര്യമാക്കില്ല, ഭഗവാന്റെ ആ ഒരു പ്രൊട്ടക്ഷൻ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. So although the battle of Kurukshetra was almost finished, still according to his vow, he should not have taken up his own weapon. But the emergency was more important than the vow. He is better known as the Bhaktavatsala or the lover of his devotee, and thus he preferred to continue as Bhaktavatsala than to be a worldly moralist who never breaks his solemn vow. അപ്പൊ ഇതിന് ബെസ്റ്റ് ഉദാഹരണം എന്താണ്? നമ്മളുടെ വത്സാക്ഷേപ സമയത്ത് ഭീഷ്മ പിതാമഹൻ നോക്കി നിന്നു, ഒന്നും പ്രതികരിച്ചില്ല, ഒന്നും ചെയ്തില്ല. കാരണം താൻ എടുത്ത പ്രതിജ്ഞ ഭംഗിക്കാൻ പാടില്ല എന്നത്. ഇവിടെ ഭഗവാൻ എന്താണ് ചെയ്തത്? വളരെ ക്ലിയർ ആയിട്ട് പ്രഭുപാദ ഇവിടെ ഈ പർപ്പോട്ട് പറയുന്നുണ്ട്. Thus he preferred to continue Bhaktavatsala than to be a worldly moralist who never breaks his solemn vow. അപ്പോ എന്താണ് ഹയർ പ്രയോറിറ്റി? എമർജൻസി എന്താണ്? ആ സമയത്ത് വസ്ത്രാക്ഷേപ സമയത്ത് ഒരു സ്ത്രീയുടെ ആ ഒരു വസ്ത്രാക്ഷേപം നടക്കുന്ന സമയത്ത് എന്താണ് പ്രയോറിറ്റി? തന്റെ പ്രതിജ്ഞയാണോ പ്രയോറിറ്റി, അതോ ഈ സ്ത്രീയെ മാനഭംഗത്തിൽ നിന്ന് രക്ഷിക്കുന്നതാണോ പ്രയോറിറ്റി? അതാണ് നമ്മൾ നോക്കേണ്ടത്. ഭീഷ്മ പിതാമഹൻ
അത് അവിടെ ചെയ്തില്ല, വേണ്ടത് ചെയ്തില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ ഭഗവാൻ എന്ത് തന്നെ വന്നാലും ശരി, ഏതൊരു പരിസ്ഥിതിയിലും തന്റെ ഭക്തന്മാരെ രക്ഷിച്ചിരിക്കും എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. ടെക്സ്റ്റ് 14. അന്തസ്ഥ സർവഭൂതാനാം ആത്മയോഗേശ്വരോ ഹരി സോ മായയാ വൃണോ ഗർഭം വൈരാഗ്യാകുരുതാന്തവേ. അന്തസ്ഥ സർവഭൂതാനാം ആത്മയോഗേശ്വരോ ഹരി സ്വമായയാ വൃണോ ഗർഭം വൈരാഗ്യാകുരുതന്തവേ. ഹരിബോൾ. വായിക്കും. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. അന്തസ്ഥ സർവഭൂതാനാം ആത്മായോഗേശ്വരോ ഹരി സ്വമായയാ വൃണോദ്ഗർഭം വൈരാഗ്യാകുരുതന്തവേ. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. പരമയോഗേശ്വരനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഏവരുടെയും ഹൃദയത്തിൽ പരമാത്മാവായി സ്ഥിതി ചെയ്യുന്നു. അപ്രകാരം കുരുവംശത്തിന്റെ സന്താനത്തെ സംരക്ഷിക്കാനായി മാത്രം ഭഗവാൻ ഉത്തരയുടെ ഭ്രൂണത്തെ സ്വശക്തിയാൽ വലയം ചെയ്തു. ഹരേ കൃഷ്ണ പ്രഭു. The Lord of Supreme Mysticism, Sri Krishna, resides within everyone's heart as Paramatma. As such, just to protect the progeny of the Kuru dynasty, he covered the embryo of Uttara by his personal energy. ഭഗവാൻ സുപ്രീം മിസ്റ്റിക് ആണ്. എല്ലാവരുടെയും ഹൃദയത്തിലും ഭഗവാൻ എങ്ങനെയാണ്? പരമാത്മാവിന്റെ രൂപത്തില് എല്ലാവരുടെ ഹൃദയം, എല്ലാ ആറ്റമിലും ഭഗവാനുണ്ട് പരമാത്മാവായിട്ട്, അല്ലെ? സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ, അല്ലെ? എല്ലാവരും ഹൃദയത്തിലാണ് ഭഗവാൻ കുടികൊണ്ടത്, പരമാത്മാവിന്. As such, just to protect the progeny of Kuru, അപ്പൊ ആ കുരു ഡൈനാസ്റ്റിയിലെ ആ അവസാനത്തെ വംശജനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഉത്തരയുടെ എംബ്രിയോന്, ഭ്രൂണത്തിനെ തന്റെ പേഴ്സണൽ എനർജി കൊണ്ട് കവർ ചെയ്തു എന്നാണ് പറയുന്നത്. എന്നാൽ അതുകൊണ്ട് ഈ ബ്രഹ്മാസ്ത്രം ആ ഗർഭത്തിനെ എഫക്ട് ചെയ്യില്ല, അതിനെ നശിപ്പിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. So the Lord of Supreme Mysticism can simultaneously reside within everyone's heart or even within the atoms by his Paramatma feature, his plenary portion. ഭഗവാന് എത്ര ആസ്പെക്ട് ഉണ്ട്, എത്ര ഫീച്ചേഴ്സ് ഉണ്ട്? എത്ര ഫീച്ചേഴ്സ് ഉണ്ട് ഭഗവാന്? 6 അല്ലല്ല, അതല്ല ഞാൻ ചോദിക്കുന്നത്. പരമാത്മാവ് ഒരു ഫീച്ചർ, അതല്ലാതെ എത്ര ഫീച്ചർ ഉണ്ട്? 3 2. ടോട്ടൽ 3. ഏതൊക്കെയാണ്? ബ്രഹ്മേതി, പരമാത്മേതി, ഓക്കെ. 3. ബ്രഹ്മൻ, അതായത് ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ആ എഫക്ട്, അല്ലെ? ബ്രഹ്മൻ. പരമാത്മ, ദ ഓൾ പെർവേഡിങ് ആസ്പെക്ട്, എല്ലാവരുടെ ഹൃദയത്തിലും പരമാത്മാവായിട്ട് ഭഗവാൻ കുടികൊള്ളുന്നുണ്ട്. അത് മാത്രമല്ല, എല്ലാ ആറ്റമിലുണ്ട്, ഓരോ ആറ്റമിലും, ഓരോ അണുവിലും ഭഗവാൻ കുടികൊള്ളുന്നുണ്ട് പരമാത്മ. സോ ഹീസ് ഓംനിപ്രസന്റ്, എല്ലാ ദിക്കിലും ഉണ്ട്. അതുകൊണ്ടാണ് therefore from within the body of Uttara he covered the embryo to save Maharaja Parikshit and protect the progeny of Maharaja Kuru, of whom King Pandu was also a descendant. അപ്പോൾ ഇവരെല്ലാവരും വരുന്നത്, കൗരവന്മാരും പാണ്ഡവന്മാരും എല്ലാവരും വരുന്നത് ആരുടെ ഡൈനാസ്റ്റി? കുരു ഡൈനാസ്റ്റി. അതുകൊണ്ടാണ് ഇവരെല്ലാം ആക്ച്വലി കൗരവന്മാരാണ്. പക്ഷേ ധൃതരാഷ്ട്ര ഇവരെ സെപ്പറേറ്റ് ആയിട്ട് കാണുന്നു മാത്രം. ധൃതരാഷ്ട്ര മക്കളെ കൗരവന്മാരായിട്ടും പാണ്ഡുവിന്റെ മക്കളെ പാണ്ഡവന്മാരായിട്ടും കാണുന്നു. ഇവരെല്ലാവരും ഒരേ ഡൈനാസ്റ്റിയിലാണ്, കുരു ഡൈനാസ്റ്റിയിലാണ് വരുന്നത്. അപ്പോൾ ആ കുരു ഡൈനാസ്റ്റിയിലത്തെ ഇപ്പൊ അവസാനത്തെ വംശജനാണ് പരീക്ഷിത്, ജനിക്കാൻ പോകുന്ന ആ കുട്ടി. അപ്പോൾ ആ കുട്ടിയുടെ, അതായത് ആ ഗർഭപാത്രം, അമ്മയുടെ ആ ഭ്രൂണത്തിനെ കവർ ചെയ്ത് രക്ഷിച്ചു എന്നാണ് പറയുന്നത്. So both the sons of Dhritarashtra and those of Pandu belong to the same dynasty of Maharaja Kuru. Therefore, both of them were generally known as Kurus. ഇപ്പൊ രണ്ടുപേരും, പാണ്ഡവന്മാരായാലും ശരി
കൗരവന്മാരനുസരിച്ച് അവരെല്ലാം കൗരവന്മാരായിട്ടാണ് അറിയപ്പെടുന്നത്. But when there were differences between the two families, the sons of Dhritarashtra were known as Kurus, whereas the sons of Pandu were known as Pandavas. അതുകൊണ്ടാണ് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ, ഭഗവത്ഗീതയിലെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ധൃതരാഷ്ട്രൻ അവരെ രണ്ടുപേരും രണ്ട് വംശജരായിട്ട്, രണ്ട് ഡൈനാസ്റ്റി ആയിട്ട് തരംതിരിച്ചു, രണ്ട് കുലമായിട്ട് തരംതിരിച്ചു. അതായത് ധൃതരാഷ്ട്ര മക്കളെ കൗരവന്മാരായിട്ടും പാണ്ഡുവിന്റെ മക്കളെ പാണ്ഡവന്മാരായിട്ടുമാണ് അവിടെ ധൃതരാഷ്ട്രൻ കാണുന്നത്, അല്ലെ? So whereas the sons of Pandu were known as Pandavas, since the sons and grandsons of Dhritarashtra were all killed in the battle of Kurukshetra, the last son of the dynasty is designated as the son of the Kurus. അപ്പൊ ഈ കുരുക്ഷേത്ര യുദ്ധത്തില് എല്ലാവരും, അതായത് ധൃതരാഷ്ട്രയുടെ എല്ലാവരും മക്കളും പേരമക്കളും എല്ലാവരും മരിച്ചു. ഇപ്പൊ ആകെ ഈ ഡൈനാസ്റ്റിയിലുള്ളത് ആരാണ്? ഇനി ജനിക്കാൻ പോകുന്ന ഉത്തരയുടെ ഗർഭത്തിലുള്ള പരീക്ഷിത് മഹാരാജാണ്. അപ്പൊ ആ പരീക്ഷത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ തന്റെ സുദർശൻ ചക്രം എടുത്തത്. ഭഗവാൻ ഉത്തരയുടെ ഗർഭത്തിൽ പോയിട്ട് തന്റെ പേഴ്സണൽ എനർജി കൊണ്ട് ആ ഗർഭത്തിനെ വലയം വെച്ച് രക്ഷിച്ചു എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. ടെക്സ്റ്റ് 15 ആൾമോസ്റ്റ് സമയമായി. സോ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, നമ്മൾ 4 ശ്ലോകം കവർ ചെയ്തു. 11, 12, 13, 14 അല്ലേ? ടെക്സ്റ്റ് 15 അടുത്ത ക്ലാസ് നോക്കാം. വാഞ്ച കൽപതരൂപേശ കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंदे। हरे कृष्णा।